നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മൂംഗ് ദാൽ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ളതാണ്. ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു പക്കോട. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മൂംഗ് ദാൽ, അതായത് ചെറുപരിപ്പ് 2 മണിക്കൂർ 3-4 പ്രാവശ്യം കഴുകിയ ശേഷം 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്കൊരു അരിപ്പയിൽ ഇതുപോലെ ഇട്ട് അത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ 1 കപ്പ് 100 ml കപ്പാണിത്, അതിൻ്റെ 1 കപ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക്, വെള്ളമൊക്കെ പോയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം ഇതിൽ ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല, വെള്ളമില്ലാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ചേർത്തിട്ട് നമ്മൾ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്, കോഴ്സായിട്ട്. അപ്പോൾ അതായത് നമ്മൾ നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത് അരച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ ഒരു നുള്ള് കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചെടുത്തതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇപ്പം നല്ലൊരു ഹെൽത്തിയായ ഒരു സ്നാക്ക്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇതിൽ നമ്മൾ വേറെ സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി, നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് നമ്മൾ ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ഗ്രീൻ ചട്നി അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.